വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ ഗ്യോക്കിയറസ് ടു യുണൈറ്റഡ് ഡൺ ഡീൽ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഡൺ ഡീൽ എന്നൊക്കെയാണ് പറയുന്നത്. ഗോക്കിയറസ് പറഞ്ഞിട്ടില്ല, യുണൈറ്റഡ് പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴേക്കും ഇവരൊക്കെ ഡൺ ഡീലാക്കി. പക്ഷെ ഇന്നലെയൊക്കെ ഒത്തിരി മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഈ കാര്യത്തെപ്പറ്റി നോക്കാം. ഇപ്പോൾ റൊമാനോ എന്ന് പറഞ്ഞിട്ടുണ്ട് യുണൈറ്റഡിന് ഗോക്കിയറസിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം. ഒന്നല്ലെങ്കിൽ ലിയാം ഡെലാപ്പ് അല്ലെങ്കിൽ ഗോക്കിയറസ്, ഇതിനകത്ത് ഏതെങ്കിലും ഒരാളെ കിട്ടുള്ളൂ. അതിനകത്ത് ഗോക്കിയറസിന് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ആൾ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സാലറിയൊക്കെ കൂടുതൽ കൊടുത്ത് അങ്ങനെയൊക്കെ കൊണ്ടുവരേണ്ടി വരും. അതുപോലെ ഗോക്കിയറസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയ സംശയങ്ങളുണ്ട്. അതാണ് വന്നു കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആവുമോ, മറ്റൊരു ഹോയ്ലൻഡ് ആവുമോ എന്നുള്ളൊരു ഫീലിങ്ങും എൻ്റെ മനസ്സിൽ ഒരേ സമയമുണ്ട്. അതേസമയം തന്നെ ആളുടെ ഔട്ട്പുട്ട് അതുപോലെ വീഡിയോയും ക്ലിപ്സൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒത്തിരി പോസിറ്റീവ്സും ഉണ്ട്. ഇപ്പം എന്തായാലും രണ്ട് കാര്യത്തെക്കുറിച്ചും പറയാം, പോസിറ്റീവ്സും നെഗറ്റീവ്സിനെയും കുറിച്ച് പറയാം. പോസിറ്റീവ്സ് തന്നെയാണ് കൂടുതൽ. ഇപ്പോൾ ആളുടെ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 30 മത്സരങ്ങളിൽ 38 ഗോളും 6 അസിസ്റ്റുമാണ് ലീഗിൽ മാത്രം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ 6 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. മാൻ സിറ്റിക്ക് എതിരെയൊക്കെ നന്നായിട്ട് കളിച്ചിരുന്നു. അതുപോലെ തന്നെ ആഴ്സണലിനെതിരെ ആളുടെ ക്ലിപ്പ് കണ്ടിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഗബ്രിയലും സാലിബയൊക്കെ ആയിട്ട് ബാറ്റിൽ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രീമിയർ ലീഗിലെ മികച്ച സെൻട്രൽ ബാക്കുകൾക്കെതിരെയൊക്കെ പുള്ളിക്ക് ഇടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഹോയ്ലൻഡിൻ്റെ കളിയും അതുപോലെ തന്നെ ഇവൻ്റെ കളി നമ്മൾ ജസ്റ്റ് യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കിയാൽ മതി. ഗോക്കിയറസ് വേഴ്സസ് ആഴ്സണൽ എന്നുള്ളൊരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ ഇടിച്ചു നിൽക്കുന്ന ഒരു പ്ലെയറാണ്. ഫിസിക്കാലിറ്റി ഉണ്ട്, സ്പീഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രിബിൾ ചെയ്യാൻ അറിയാം. പിന്നെ ആളുടെ മെയിൻ ആട്രിബ്യൂട്ടുകൾ അറിയാമല്ലോ, ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഷൂട്ടിംഗ് ക്ലിനിക്കലാണ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ സ്പോർട്ടിങ്ങിൻ്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു. അവർ 5-0 ജയിച്ചതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് 4 ഗോളുകൾ അടിച്ചിരുന്നു. അപ്പോൾ ആ 4 ഗോളുകൾ അടിച്ച ഗോൾസ് വരുന്ന രീതിയും അതുപോലെ തന്നെ പുള്ളിയുടെ ലിങ്ക് പ്ലേയും പുള്ളി തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വഴിവെച്ച് കൊടുക്കുകയാണ്. പുള്ളി മിഡ്ഫീൽഡിൽ വന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ലിങ്കപ്പ് നടത്തിയതിന് ശേഷം പുള്ളി തന്നെ ഓടിപ്പോയി ഗോളടിക്കുന്ന 1-2 ക്ലിപ്പുകളുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ലിങ്കപ്പ് ചെയ്യുന്ന പ്ലെയറാണ്. അതുപോലെ സൂപ്പർ ഷൂട്ടിങ്ങും ഫിനിഷിങ്ങുമാണ്. ഇപ്പോൾ കാര്യം ഇത് പോർച്ചുഗീസ് ലീഗാണ്. ഡാർവിൻ ന്യൂനസിന് നല്ല അടിപൊളി സ്റ്റാറ്റ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഡാർവിൻ ന്യൂനസിൻ്റെ സ്റ്റാറ്റ്സ് 2021-22 സീസണിൽ 28 മത്സരങ്ങളിൽ 26 ഗോളും 4 അസിസ്റ്റും പോർച്ചുഗീസ് ലീഗിൽ നേടിയതാണ്. പക്ഷേ ലിവർപൂൾ വന്നതിന് ശേഷം പുള്ളിക്കാരന് മാക്സിമം 11 ഗോളുകളാണ് ഒരു ലീഗ് സീസണിൽ അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ സീസണിലാണ്. അപ്പോൾ ഔട്ട്പുട്ട് അവിടെ തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ അവിടുത്തെ ക്വാളിറ്റി അല്ല ഇവിടുത്തെ ക്വാളിറ്റി എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഓവറോൾ കുറേ പോർച്ചുഗീസ് ലീഗിൽ അല്ലെങ്കിൽ സ്പോർട്ടിങ്ങിന് തന്നെ ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഡിഫെൻഡിങ്ങിൽ തന്നെ ഒത്തിരി പാളിച്ചകളൊക്കെ ഉണ്ട് അവിടെ ഡിഫൻഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന ഈ ലെവൽ ഓഫ് ഗോൾ ഔട്ട്പുട്ട്സ് ഒന്നും പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പക്ഷേ ആൾക്ക് ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്. ആളുടെ ലിങ്ക് പ്ലേയും ഹോൾഡ് പ്ലേയും അതുപോലെ തന്നെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ അടിപൊളിയാണ്. പക്ഷേ അത് ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് പറയാനുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഹെഡിങ് എബിലിറ്റിയാണ്. ഹെഡിങ് തീരെ വീക്കായിട്ടുള്ള പ്ലെയറാണ്. ഏതാണ്ട് 1-ന് ഒരു മത്സരത്തിൽ ഹെഡിങ് ഏരിയൽ ബോൾസൊക്കെ വിൻ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ലിയാം ഡെലാപ്പായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെലാപ്പ് 2-ന്റെ അടുത്ത് വിൻ ചെയ്യുന്നൊരു പ്ലെയറാണ്. അപ്പോൾ ഓഷിമൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പുള്ളി 3-ന്റെ അടുത്ത് വിൻ ചെയ്യുന്നൊരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെഡിങ് കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രോസിനെ കേന്ദ്രീകരിച്ച് കളിക്കുകയാണെങ്കിൽ ഈ ഗോക്കിയറസിനെ കൊണ്ട് വലിയ ഗുണമുണ്ടാവില്ല. അതാണ് ഇതിനകത്ത് മറ്റൊരു കേസ്. അതുപോലെ ഗോക്കിയറസ് ലെഫ്റ്റിലേക്ക് ഒത്തിരി ഡ്രിഫ്റ്റ് ചെയ്യുന്നൊരു പ്ലെയറാണ്. ലെഫ്റ്റ് മാത്രമല്ല വിങ്ങിലേക്കൊക്കെ ഒത്തിരി ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഒരു പ്ലെയർ സെൻറ്ററിലേക്ക് വന്ന് നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ആളുടെ പ്ലേയിങ് സ്റ്റൈലിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് സെൻറ്റർ ഫോർവേഡ് അല്ല ഗോക്കിയറസ്. പക്ഷേ ഹീ ഈസ് ഇൻ ഡിമാൻഡ്. ഒത്തിരി ക്ലബ്ബുകൾ നോക്കുന്നുണ്ട്, ചാമ്പ്യൻസ് ലീഗ് ക്ലബ്ബുകൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ, യൂറോപ്പ ലീഗ് ജയിച്ച് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് തന്നെ ചെന്നിട്ട് കാര്യമുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇപ്പം എന്തായാലും മറ്റൊരു കേസിനെ കുറിച്ച് മെൻഷൻ ചെയ്യാനുള്ളത്, കഴിഞ്ഞ ദിവസം റൊമാനോയും അതുപോലെ തന്നെ ഓൺസീനും പറഞ്ഞത്. ഓൺസീനാണ് ആദ്യം പറഞ്ഞത് ഒരു പ്രീമിയർ ലീഗ് ക്ലബ്ബും ഓഷിമാനെ സൈൻ ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അതിനെപ്പറ്റി റൊമാനോ ആണ് ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ നിലവിൽ 12 മില്യൺ നാപ്പോളിയിൽ കിട്ടുന്നുണ്ട് നെറ്റ്. അതായത് വിത്തൗട്ട് ടാക്സ് പുള്ളിക്ക് 12 മില്യൺ ഒരു വർഷം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിത്ത് ടാക്സും കൂടി വന്ന് കഴിയുമ്പോൾ ഏതാണ്ട് 400K ക്ലബ്ബ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും സാലറി കൊടുത്തിട്ട് ആളെ കൊണ്ടുവരണം. മാത്രമല്ല ഒരു 70 മില്യൺ റിലീസ് ക്ലോസും വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് കമ്മീഷനും കാര്യങ്ങളും വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഓഷിമനെ ഏതെങ്കിലും ക്ലബ്ബിന് സൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പല പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്കും
താല്പര്യമില്ല എന്ന് പറയുന്നത്. ആൾക്ക് നേരത്തെ തന്നെ സൗദിയിലേക്ക് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാശിൻ്റെ പുറകെ പോകുന്ന ഒരാളാണ്. അത്ര അധികം മറ്റേ ഇന്ന ടീമിന് വേണ്ടി കളിക്കണം അങ്ങനെ ഇൻറ്റൻസിറ്റി ഒന്നും പുള്ളിക്കാരനില്ല എന്ന് തോന്നുന്നു. അതേസമയം കുഞ്ഞി എൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കുഞ്ഞിക്ക് പറയുന്ന പോലെ സൗദിയിൽ നിന്നൊക്കെ ഓഫർ വന്നതാണ്. പക്ഷേ പുള്ളിക്കാരന് യൂറോപ്പിൽ തന്നെ നിൽക്കണം, അതുപോലെ തന്നെ യുണൈറ്റഡിലേക്ക് ഇങ്ങോട്ട് വരണം എന്ന് ഭയങ്കരമായിട്ട് താല്പര്യം കാണിക്കുന്ന ഒരു പ്ലെയറാണ് കുഞ്ഞിയ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണറബിൾ മെൻഷനാണ് സ്കോട്ട് മക്ടോമിനി. ഇപ്പോൾ മക്ടോമിനി ഒരു പക്ഷേ നാപ്പോളിയിലെ ഒരു ലെജൻഡായി മാറാൻ സാധ്യതയുണ്ട്. കാരണം പുള്ളിക്കാരൻ്റെ മ്യൂറൽസൊക്കെ അധികം വൈകാതെ അവിടെ ആൾക്കാർ വരയ്ക്കുമെന്ന് തോന്നുന്നു. 30 മത്സരങ്ങളിൽ 11 ഗോൾ 2 അസിസ്റ്റും ഇതുവരെ നാപ്പോളിക്ക് വേണ്ടി നേടാനായിട്ട് സ്കോട്ട് മക്ടോമിനിക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല ഫോമിലാണ് ആൾ കളിക്കുന്നത്. ഇപ്പോൾ നാപ്പോളി 1ാം സ്ഥാനത്താണ്, ഇന്റർ ആണെങ്കിൽ ഇത്തിരി വീക്കായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് സീസൺ തന്നെ മക്ടോമിനി അവിടെ പോയി ലീഗ് അടിക്കുന്നുള്ളതാണ്. ഇപ്പം എന്തായാലും പേഴ്സണലി ഐ ആം ഹാപ്പി ഫോർ മക്ടോമിനി ലീഗ് അടിക്കട്ടെ. കാരണം ആളുടെ മൈൻഡ് സെറ്റും അതുപോലെ തന്നെ ആപ്ലിക്കേഷനൊക്കെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഒരു വാരിയർ മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. വിൽക്കാനുള്ള കാര്യം നമുക്കറിയാം, സെയിൽ നടത്തിയാലാണ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടിനകത്താണ് മക്ടോമിനെ വിറ്റത്. അതും നിസ്സാര തുകയ്ക്കാണ്, 25 മില്യണാണ് വിറ്റത്. അപ്പം അന്നേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഒരു 50 മില്യണെങ്കിലും മേടിക്കേണ്ട ഒരു പ്ലെയറാണ്. ഇപ്പം നമ്മൾ പോയി നാപ്പോളി പോയി മക്ടോമിനയുടെ വില ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഏത് ക്ലബ്ബ് വില ചോദിച്ചാലും ഒരു 50-60 മില്യൺ അവർ പറയും. അപ്പോൾ അതാണ് നമ്മൾ വിൽക്കുന്നതിൽ തന്നെ വലിയ പാളിച്ച വന്നത് അവിടെയാണ്. അപ്പോൾ ഗായ്സ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക. ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.